എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 58-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി 58-ാം ശ്ലോകം. അരാലം തേ പാളിയുകളമകരാജന്യതനേ ന കേശാമധാത്തെ കുസുമശരകോദണ്ഡകുതുകം തിരശ്ചീനോ യത്ര ശ്രവണപഥമുല്ലംഘ്യസ്യ വിലസന്നപാംഗ വ്യാസംഗോ ദിശതി ശരസന്ധാനധിഷണാം. ഒന്നുകൂടെ പറയാം. അരാളം തേ പാളീയുഗളം അകരാജന്യതനേ ന കേശാം ആധത്തെ കുസുമശരകോദണ്ഡകുതുകം തിരശ്ചീനോ യത്ര ശ്രവണപഥമുല്ലംഘ്യ വിലസൽ അപാംഗ വ്യാസംഗ ദിശതി ശരസന്ധാനധിഷണാം. അല്ലയോ പർവ്വത രാജപുത്രി, ദേവിയുടെ കണ്ണുകളെക്കുറിച്ച് ആണ് വീണ്ടും പറയുന്നത്. അല്ലയോ പർവ്വത രാജപുത്രി, നിൻതിരുവടിയുടെ ദേവിയുടെ ചെവികൾക്കും കണ്ണുകൾക്കും മധ്യേയുള്ള ആ വളഞ്ഞിരിക്കുന്ന പ്രദേശം ആർക്ക് തന്നെ പുഷ്പബാണ ധനുഷിൻ്റെ സൗന്ദര്യത്തെ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കാമദേവൻ്റെ ആ ധനുസ്, അമ്പിനെയും വില്ലിനെയും അതിൻ്റെ സൗന്ദര്യം, കാമബാണത്തിൻ്റെ സൗന്ദര്യമാണ് ആർക്കാണ് തോന്നാത്തത്. അവിടെ വിലങ്ങത്തിൽ നിൽക്കുന്ന, എന്ന് വെച്ചാൽ അവിടെ കുറുകെ നിൽക്കുന്ന കർണാന്തികത്തെ പ്രാപിച്ച് ശോഭിക്കുന്ന നിൻതിരുവഴിയുടെ കടാക്ഷ ദൈർഘ്യം, ബാണത്തെ എന്താണ് കടാക്ഷ ദൈർഘ്യം. ഇവിടെ ദേവിയുടെ കടാക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേവിയുടെ കണ്ണിൻ്റെ നീളമുള്ള കണ്ണുകൾ ചെവിയിലേക്ക് ചെല്ലുന്നു എന്ന് നമ്മൾ നേരത്തെ ചെവി വരെ മുട്ടി നിൽക്കുന്നു. അപ്പോൾ ദേവിയുടെ ചെവിയുടെ പാളികൾ തകർത്തുകൊണ്ട് കടക്കണ്ണാകുന്ന ആ കടാക്ഷം ചെല്ലുന്നുണ്ടോ എന്നാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്കും എന്താ പറയുന്നത്, നീളമാണ് ദേവിയുടെ കണ്ണുകൾക്ക്. അപ്പോൾ ദേവിയുടെ കണ്ണുകൾ ചെവിയുടെ പാളികളെ മുറിച്ച് ചെല്ലുന്നുണ്ടോ, അങ്ങോട്ട് ചെവികളുടെ പാളികൾ കടന്നും അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ എന്നാണ്. അത് എങ്ങനെയാണ് ആ കടക്കണ്ണിനെ ദേവിയുടെ കടക്കണ്ണോട്ടം എന്തിനെയാണ് ഉപമിച്ചിരിക്കുന്നത്? കാമദേവൻ്റെ അമ്പിനെയും വില്ലിനെയുമാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ കടക്കണ്ണോട്ടം എല്ലാവർക്കും ആ കാമദേവനെ പോലെ, കാമദേവൻ തൊടുത്തുവിട്ട കടാക്ഷദൈർഘ്യം ഇത് വില്ലിൽ തൊടുത്തുവിട്ട ബാണമോ എന്നെല്ലാവരും സംശയിക്കുന്നു. എന്ന് വെച്ചാൽ ദേവിയുടെ ആ കടക്കൺ നോട്ടം, ദേവിയുടെ ചെവിയുടെ പാളികൾ, ദേവിയുടെ കടക്കണ്ണാകുന്ന ശരം ദേവിയുടെ ചെവികളുടെ പാളികളാകുന്ന വില്ലിൽ കോർക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ദേവിയുടെ നോട്ടം ചെവിയും കടന്നു ചെല്ലുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ ദേവിയുടെ കണ്ണിൻ്റെ നീളത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേവിയുടെ കണ്ണിനും ചെവിക്കും മധ്യേയുള്ള പ്രദേശത്തെയാണ്, ദേവിയുടെ കണ്ണിനും ചെവിക്കും മധ്യേയുള്ള വളഞ്ഞ പ്രദേശത്തെയാണ് ഇവിടെ പറയുന്നത്. ഒരു അമ്പിനെയും വില്ലിനെയും പോലെ വില്ലാകുന്ന കടക്കണ്ണാകുന്ന ആ ആ ദേവിയുടെ ചെവിയാകുന്ന ആ ചെവിയുടെയും കണ്ണിൻ്റെയും മധ്യേയുള്ള പ്രദേശം ഒരു വില്ലായിട്ടും ദേവിയുടെ നോട്ടം ഒരു അമ്പായിട്ടുമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, ദേവിയുടെ മനോഹരമായ കണ്ണുകളിൽ നിന്നുള്ള നോട്ടം, ദേവിയുടെ നീളമുള്ള കണ്ണുകളിൽ നിന്നുള്ള നോട്ടം എങ്ങനെയാണ്? കാമബാണം പോലെയാണ്, എല്ലാവരെയും മോഹിപ്പിക്കുന്ന നോട്ടമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ദേവിയുടെ ആ കണ്ണുകളിൽ നമുക്ക് കിട്ടേണ്ടത് ദേവിയുടെ ആ കടക്കൺ നോട്ടമാണ്. ദേവിയുടെ കടക്കണ്ണോട്ടം നമുക്ക് കിട്ടിയാൽ, ദേവിയുടെ കടക്കണ്ണാകുന്ന കണ്ണുകളിൽ നിന്ന് ദേവിയുടെ ആ കടാക്ഷം, കഴിഞ്ഞ ദിവസം ദേവിയുടെ കടാക്ഷം എന്ന് പറഞ്ഞു. ദേവിയുടെ നോട്ടം കിട്ടുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ദേവിയുടെ ദൃഷ്ടിയിൽ പെട്ടുവോ എന്നുള്ളതാണ്. ദേവിയുടെ ദൃഷ്ടിയിൽ പെടുക എന്ന് വെച്ചാൽ ദേവിയുടെ അനുഗ്രഹം നേടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്രമാത്രം ദേവിയുടെ ദൃഷ്ടിയിൽ പെടുന്നോ അത്രമാത്രം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ദേവി തരും. അപ്പം അമ്മ പറയുകയാണ്, ഇവിടെ ആചാര്യർ പറയുകയാണ്, ഗുരുക്കന്മാർ പറയുകയാണ്. അപ്പം നിൻതിരുവടിയുടെ ചെവികൾക്കും കണ്ണുകൾക്കും നടുവിലുള്ള ആ വളഞ്ഞ പ്രദേശം കാമധനുസാണോ, കാമദേവൻ്റെ ധനുസാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്നു.
അപ്പോൾ ദേവിയുടെ ആ കടാക്ഷം, അത്രയും നീളമുള്ള ദൈർഘ്യമുള്ള കടാക്ഷം നമ്മളിൽ ഓരോരുത്തരും എത്തേണമേ. ദേവിയുടെ കൃപാകടാക്ഷം നമ്മളിലും എത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരാലം തേ പാളീയുഗളം അകരാജന്യതനയെ ന കേശാമാധത്തെ കുസുമശര കോദണ്ഡ കുതുകം തിരശ്ചീനോ എത്ര ശ്രവണപഥമുല്ലംഘ്യ വിലസന്നാഭാംഗ വ്യാസംഗോ ദിശതി ശരസന്ധാന ദിഷണാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ, പർവ്വതരാജപുത്രിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.